നമസ്കാരം. ഇന്നലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുഖം പ്രാപിച്ച് വരുന്നതായി റിപ്പോർട്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്തതിനുള്ള ശസ്ത്രക്രിയയാണ് ഇന്നലെ നെതന്യാഹുവിനെ വിധേയനാക്കിയത്. ഈയിടെ നടത്തിയ പതിവ് പരിശോധനയ്ക്കിടയിലാണ് അദ്ദേഹത്തിൻ്റെ മൂത്രനാളിയിൽ അണുബാധ ഉള്ളതായി കാണപ്പെട്ടത്. ഇതേ തുടർന്നാണ് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടത്. ജെറുസലേമിലെ ദാസ ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നത്. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും ഇപ്പോൾ പൂർണ്ണ ബോധത്തോടുകൂടി തന്നെയാണ് ഇരിക്കുന്നതെന്നുമാണ് ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. 75-കാരനായ നെതന്യാഹു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി കൂടിയാണ്. ദിവസവും 18 മണിക്കൂറോളം അദ്ദേഹം ജോലി ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ തന്നെ പറയുന്നത്. അതേസമയം നെതന്യാഹു ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ അതിശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആശുപത്രിയിലെ തന്നെ അണ്ടർഗ്രൗണ്ടിലുള്ള അതീവ സുരക്ഷാ സന്നാഹമുള്ള മുറിയിലാണ് ഇപ്പോൾ നെതന്യാഹു കഴിയുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ആശുപത്രിയിൽ കഴിയുന്ന നെതന്യാഹുവിന് നേർക്കുപോലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി ആശുപത്രിക്ക് ചുറ്റും ഇസ്രായേൽ സൈന്യം അതിശക്തമായ കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെതന്യാഹുവിന് ശസ്ത്രക്രിയയിൽ യാതൊരു തരത്തിലുമുള്ള സങ്കീർണതകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതാണ്ട് 2 മണിക്കൂർ സമയമെടുത്താണ് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തിയത്. ഈ വർഷം ആദ്യം തന്നെ നെതന്യാഹുവിനെ ഹെർണിയയ്ക്കുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഡോക്ടർമാർ ഇപ്പോൾ പേസ് മേക്കർ ഘടിപ്പിച്ചിരിക്കുകയാണ്. നിയമകാര്യമന്ത്രിയായ യാരിവ് ലെവിനാണ് പ്രധാനമന്ത്രിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഇപ്പോൾ വഹിക്കുന്നത്. സെക്യൂരിറ്റി ക്യാബിനറ്റ് അടിയന്തരമായി എന്തെങ്കിലും ആവശ്യത്തിന് യോഗം ചേരേണ്ടി വന്നാൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിനായിരിക്കും അതിൻ്റെ ചുമതലയെന്നും നേരത്തെ തന്നെ നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചിരുന്നു. നെതന്യാഹുവിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് നേരത്തെ പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു. എന്നാൽ ഇതൊക്കെ ശരിയായ വാർത്തകളല്ല എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവയെല്ലാം തന്നെ തള്ളിക്കളയുകയായിരുന്നു. സാധാരണഗതിയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച ശസ്ത്രക്രിയ കഴിഞ്ഞാൽ 2-3 ദിവസത്തിനകം തന്നെ ആ രോഗിക്ക് ആശുപത്രി വിടാവുന്നതാണ് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. എങ്കിലും നെതന്യാഹു എത്ര നാൾ ഈ ആശുപത്രിയിൽ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്.